നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഗ്യാസുമായി അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചുമ, അങ്ങനെ സ്ഥിരമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഇതിന് നമ്മൾ GERD എന്ന് പറയും, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അസിഡിറ്റി അതല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറയും. ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണോ? ഇത് വിഷമങ്ങൾ ഉണ്ടാക്കുമോ? എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും? മരുന്നുകൾക്കപ്പുറം വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇതിനെ ഒഴിവാക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും നോക്കാം. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. നമ്മളുടെ വായ മുതൽ പിന്നെ സ്റ്റൊമക്ക് വരെ, ആമാശയം വരെ ഒരു കോയിലുണ്ട്, ഫുഡ് പൈപ്പ് എന്ന് തന്നെ പറയും, ഈസോഫാഗസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആമാശയം, സ്റ്റൊമക്ക്, ഇത് രണ്ടിൻ്റെയും ഉള്ളിൽ ലൈനിങ്ങിൽ ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം ചവക്കുമ്പോൾ ഉമിനീരായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈസോഫാഗസ് വഴി അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് വഴി നേരെ അത് ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലെത്തി ദഹിപ്പിക്കേണ്ട കുറേ ആസിഡൊക്കെ ആയിട്ട് ഇത് മിക്സ് ആവും. അപ്പോൾ ഒരു അസിഡിക് പരുവത്തിലാവും ഈ സാധനം. ഈ ദഹിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആസിഡ് പരുവത്തിലായിട്ടുള്ള ഈ ഫുഡ് പാർട്ടിക്കിൾസ്, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മേലോട്ട് കയറി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈസോഫാഗസിലേക്ക് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുത്തെ ലൈനിങ് ഇത് താങ്ങില്ല. ഈ അസിഡിറ്റി ഉള്ള ഈ സാധനം അവിടുത്തെ ലൈനിങ്ങിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇറോഷൻസ് ഉണ്ടാകും, ചെറിയ ചെറിയ മുറിവുകൾ വരും. അതിനെയാണ് നമ്മൾ ഈ അസിഡിറ്റി അതല്ലെങ്കിൽ GERD എന്ന് പറയാം. ചില ആൾക്കാരിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ ചില സാഹചര്യങ്ങൾ കൊണ്ടോ ചില വർക്കുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവാം. അതല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഈ ഒരു ഈസോഫാഗസിന് ഏറ്റവും അറ്റത്ത് ഈ ആമാശയമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ചെറിയ സ്പിങ്ക്ടർ ഉണ്ട്, ഒരു ക്ലോഷർ ഉണ്ട്, ഒരു വാൾവ് പോലെയൊരു സംവിധാനമുണ്ട്. ഇത് ചില ആൾക്കാരിൽ എല്ലാ സമയവും തുറന്നിരിക്കും. അപ്പോഴും ഈ ഒരു അവസ്ഥ സ്ഥിരമായിട്ടുണ്ടാവാം. വെറും നെഞ്ചരിച്ചിലും ഓക്കാനിക്കാൻ വരലും മാത്രമല്ല ഇതിന് ലക്ഷണങ്ങളായിട്ട് കാണാം. ഇത് ചില ആൾക്കാരിൽ ചുമ ഉണ്ടാക്കും, ഒരു ആസ്മ പോലെ ബ്രീത്തിങ്ങിന് വിഷമം വരെ ചില ആൾക്കാരിൽ ഉണ്ടാക്കാറുണ്ട്. സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, ഈ വോക്കൽ കോഡിൽ ഈ അസിഡിക് സംഗതികൾ വന്ന് കൂടിയിട്ട് വോക്കൽ കോഡിൽ ഈ സംസാരിക്കുന്ന അവയവത്തിൽ നീരിറക്കുണ്ടാക്കുകയും അപ്പോൾ സംസാരം ക്ലിയർ അല്ലാത്തൊരവസ്ഥ വരെ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് നാക്കുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. ചില ആൾക്കാർക്ക് ഇവിടെ എന്തോ ഒരു സ്വെല്ലിങ്, എന്തോ ഒരു തടച്ചിൽ പോലെ ഫീൽ ചെയ്യും, സ്ഥിരമായിട്ടൊരു ഒരു സ്വെല്ലിങ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും, എന്തോ തടയുന്ന പോലെയൊക്കെ ഒരു ഫീലിങ്സിലേക്ക് ഇത് വരുത്താം. അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാക്കും. ഇതുള്ളവരിൽ പ്രത്യേകിച്ച് ഈ വാൾവ് എപ്പോഴും ഓപ്പണായി നിൽക്കുന്നതിലൊക്കെ സ്ഥിരമായിട്ട് ഈ അവസ്ഥ ഉണ്ടാവും. സ്ഥിരമായിട്ട് ഉണ്ടാവുന്നത് തന്നെ അവിടെ മൊത്തത്തിലുള്ള ജീവിതശൈലിയെ ബാധിക്കും. ഒരു ഹെവി വർക്ക് ചെയ്യാനോ ഒന്ന് കുഞ്ഞു നിൽക്കാനോ ഒന്ന് ഓടാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതുണ്ടാക്കും. ഈ അവസ്ഥ ട്രിഗർ ചെയ്യുന്ന, ഈ അവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചില ആൾക്കാരിലൊക്കെ പലപ്പോഴും ഇത് അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ, അച്ചാറ് ഒക്കെ പോലത്തെ സുറുക്ക പോലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഇത് വിഷമങ്ങൾ ഉണ്ടാക്കാം. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാക്കാം. ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ, വറുത്ത ഫിഷ് ആയാലും ചിപ്സുകളായാലും മറ്റു ചിക്കൻ പോലത്തെ ഒരുപാട് മസാല ചേർത്ത് വറുത്ത സംഗതികളൊക്കെ ആയാലും ഈ ഒരു അസ്വസ്ഥത കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഗർഭിണികളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതിന് കാരണം അവിടെ വയറ് വീർത്തിരിക്കുന്നത് തന്നെയാണ്. അപ്പം മലന്ന് കിടക്കുമ്പോഴൊക്കെ ഈ സ്റ്റൊമയിലേക്ക് തള്ളി വരുമല്ലോ, ആ സമയത്ത് ഈ ഫുഡൊക്കെ മുന്നോട്ട് കയറി വളരെ സാധ്യത. അപ്പോൾ ഗർഭിണികളിൽ വളരെ കോമൺ ആയിട്ട് ഈ അവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ ഈ വിഷമം ഉണ്ടാക്കും. ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കറിയാം, ഹെവി ഫുഡ് ആകുമ്പം സ്വാഭാവികമായിട്ടും അത് മേലോട്ട് കയറാനുള്ള സാധ്യത വരുമല്ലോ. അത്തരം ആൾക്കാരിലും ഈ വിഷമങ്ങൾ ഉണ്ടാക്കാം. പുകവലിക്കുന്നവരിലും ഡ്രിങ്ക്സ് കഴിക്കുന്നവരിലും ഈ വിഷമങ്ങൾ കൂടി കാണാറുണ്ട്. ഈ അസ്വസ്ഥത അത് അഗ്രവേറ്റ് ചെയ്യും. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ചികിത്സിക്കാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈസോഫാഗൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും, ഈസോഫാഗൈറ്റിസ് വരാം, പിന്നെ ഈസോഫാഗൽ സ്ട്രക്ചർ വരാം. അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വായിൽ നിന്നും വയറിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബ് ചുരുങ്ങി പോവാം. ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് വരെ ഇത് ഉണ്ടാക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. ഇതുള്ളവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുമാണ്. അതെന്താണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നത്. ഈ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒന്ന് ഡ്രിങ്ക്സ് കഴിക്കാണ്ടിരിക്കുക, സ്മോക്കിങ് കുറയ്ക്കുക. അമിതമായിട്ട് തടിയുള്ളവരിൽ ഇത് നല്ല വിഷമം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തടി കുറക്കാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച് നമ്മൾ ഉടനെ തന്നെ ഓടിപ്പോയി കിടന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് പദാർത്ഥങ്ങൾ ഈ മേലോട്ട് കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ നേരെ ഇങ്ങനെ മലന്നല്ല കിടക്കുക, അപ്പം മിക്കവാറും അത് മേലോട്ട് കയറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം 2 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം, എന്നിട്ടേ കിടക്കാവും. ഇനി സ്ഥിരമായിട്ടുള്ളവർക്ക് ഇത് കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം, കിടക്കുമ്പം ഒരു 6 to 7 ഇഞ്ച് ഹൈറ്റ് വെച്ച് കിടക്കുക. തല കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെയൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ നെഞ്ചരിച്ചിൽ അസിഡിറ്റിയും കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്.
ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മിൻറ്റി ചില ആൾക്കാർ പറയലുണ്ട്. ചില ആൾക്കാർക്ക് മിൻറ്റി തന്നെ അത് കൂട്ടുകയും ചെയ്യും. പാല് ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് തരും. നല്ല എരിച്ചിലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ല തണുത്ത പാല് കുടിച്ചാൽ ചെറിയൊരു ആശ്വാസം തോന്നും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് വിഷമങ്ങൾ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ പാല് വയറ്റിലെത്തി ഇത് ആസിഡ് പരുവത്തിലായി വീണ്ടും മേലോട്ട് കയറുന്ന സിറ്റുവേഷൻ വന്നാൽ വിഷമങ്ങൾ ഉണ്ടാക്കും. ചില ആൾക്കാരിൽ പഴം, നേന്ത്രപ്പഴം ഈ അസിഡിറ്റി കുറയ്ക്കാറുണ്ട്, ഈ വിഷമങ്ങൾ കുറയ്ക്കാറുണ്ട്. അതിൽ സോഡിയം കണ്ടന്റ് കൂടുതലായത് ഒരു ആൽക്കലൈനായിട്ട് മാറും. പിന്നെ ചുയിങ്കം ഒരു ചെറിയ എഫക്റ്റ് ഒക്കെ തരും, ഒരു ചെറിയ ആശ്വാസമൊക്കെ തരാറുണ്ട്. ചുയിങ്കം നമ്മൾ ചവച്ചരക്കുമ്പം ഉമിനീരുണ്ടാവും. ഒരു ഉമിനീര് ആൽക്കലൈനാണ്. അപ്പോൾ അത് അസിഡിറ്റിയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല വിഷമം തോന്നുന്നവർക്ക്, ഈ അസ്വസ്ഥത ഒരുപാട് കാലമായിട്ട് തുടരുന്നവർക്കും ചുയിങ്കം ഇടയ്ക്ക് മധുരമില്ലാത്ത ചുയിങ്കാണ് നല്ലത്. ഷുഗർ ഫ്രീ ചുയിങ്കംസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന രീതിയിലൊന്നും ചുയിങ്കം ഉപയോഗിക്കാനല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴെങ്കിലുമൊക്കെ വിഷമം തോന്നുമ്പം ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ ടീ, ഇഞ്ചിച്ചായ ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, അസിഡിറ്റി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമിതമായി ഇഞ്ചി കഴിച്ചാൽ ഈ വിഷമങ്ങൾ കൂടുകയും ചെയ്യും. ഇതൊക്കെ ഒരു മോഡറേറ്റ് അളവിൽ ചെയ്യണം. ഇതും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്തോണമെന്നില്ല. എല്ലാവരുടെയും ബോഡി ഒരുപോലെയല്ല ഓരോ കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യാം. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യാമോ. ഇത് തുടരെ വരുന്നുണ്ടെങ്കിൽ, ഈ അസിഡിറ്റി തുടരെ നെഞ്ചിരിച്ചിലും ഓക്കാൻ ശ്രദ്ധിക്കാൻ വരലും ഒക്കെ തുടരെ വരുന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ഓക്കാനിക്കാനൊക്കെ വരും. അതൊക്കെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കണ്ട. അത് ഡോക്ടറെ കാണിച്ചിട്ട് ഇത് മാറുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾ സ്വീകരിക്കണം. സാധാരണ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, ഇത് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ എൻഡോസ്കോപ്പിയാണ് ചെയ്യുക. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇൻഫ്ലമേഷൻസിന് നീർക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഒരു ബേസിക് ടെസ്റ്റായിട്ട് ഇതിനെ ചെയ്യാറ്. പിന്നെ ഫുഡിലെ റെഗുലേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക. ഒരുപാട് ഭക്ഷണം ഒരു സമയത്ത് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കിടെ കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കുക. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്തു തരാറുണ്ട്. നെക്സോമിക്ക, സൾഫർ, ക്യാപ്സിക്കം, കാർബോ വെജിറ്റബിൾസ്, ആസിഡ് നൈറ്റ്, കാലിബൈക്ക്, ഗ്രാഫൈറ്റിസ്, റൊബീനിയ, ജെറാനിയം മാക്, ഓർണിത്തോകാരി, അങ്ങനെ തുടങ്ങിയ നിരവധി മെഡിസിൻസ്, സിഞ്ചിബർ ഒക്കെ നമ്മൾ ഹോമിയോപ്പതിയിൽ വരുന്ന മരുന്നുകളാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് വരിക. അപ്പോൾ ആളുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ മെഡിസിൻസ് പോയിട്ട് നിങ്ങൾ ഫാർമസിയിൽ വാങ്ങിക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് അയാളുടെ മെഡിസിൻ കണ്ടെത്തി അത് വാങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്കൊക്കെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലോ കിടക്കുന്ന ശീലത്തിലോ പുകവലിയുടെയൊക്കെ ശീലത്തിലോ ഒരു മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഇത് കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് GERD ബന്ധപ്പെട്ട്, അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിക്കാം, സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. അതിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നമ്മൾ റിപ്ലൈ തരും. ഇനിയും ഇതുപോലത്തെ ഹെൽത്ത് ടോപ്പിക്കുമായിട്ടും ഹെൽത്ത് ടിപ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.